അങ്ങനെ ഇതെന്താണെന്ന് അറിയാത്ത ഞാൻ എത്തിപ്പെട്ടത് 100ഓളം ചിതകളുടെ നടുവില് ഫസ്റ്റ് ക്രിമേഷൻ ഞാൻ കാണുന്നത് മണികർണികയിൽ വെച്ചിട്ട് ചുറ്റും നമ്മുടെ ഭരതത്തിൽ മോഹൻലാൽ ഇരിക്കുന്ന പോലെ ചുറ്റും ചിത കത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ സൈഡിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതയും ചിലപ്പോൾ ഒരാളിങ്ങനെ വന്നിട്ട് എഴുന്നേറ്റിരിക്കും. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ അതിശയോക്തി അറിയില്ല. ഇങ്ങനെ അതായത് നമ്മുടെ ഈ ശരീരത്തിൽ പള്ളികളുണ്ട്, ചർച്ചുകളൊക്കെ ഉണ്ട്, പക്ഷെ വാസ്തു ശില്പ ഭംഗി കൊണ്ട് ഏറ്റവും കൂടുതൽ മിഷന്റെ ഉള്ളിൽ ഉള്ള ഏറ്റവും നല്ല കാമുക സങ്കല്പത്തിലുള്ള ആളാണ്. മിത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാനിപ്പോ ഇസ്ലാമിലുള്ള മിത്ത് എന്ന് പറയാൻ സതി, അവരുടെ ആ ഒരു പ്രണയവും അവർ നഷ്ടപ്പെടുന്ന സമയത്ത് ഈ 7-14 ലോകവും ആ ശരീരവും എടുത്ത് ഭ്രാന്തനെ പോലെ അലറി നടന്ന ഈ സൃഷ്ടി സ്ഥിതി സംഹാരത്തിനെയൊക്കെ മറന്നുകൊണ്ട് അഗാധമായിട്ടുള്ളൊരു പ്രണയത്തിനെ ആവിഷ്കരിച്ചിട്ടുള്ള. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഗൂസ് ബംസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കിട്ടിയിട്ടുണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടബോധം മരണമല്ല കുഞ്ഞ, നിന്റെ സ്നേഹത്തിനും കരുതലിനും അർഹരല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി നീ ചിലവഴിച്ച നിന്റെ നിമിഷങ്ങളെ കുറിച്ച് ഓർത്താണ് ദുഃഖിക്കേണ്ടത്. അതായത് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇരുത്തം കൊണ്ട് എനിക്ക് കിട്ടുന്നൊരു സന്തോഷം, ഗ്രാറ്റിഫിക്കേഷൻ, അതാണ്. അല്ലാതെ ആർക്കു വേണ്ടിയിട്ടും ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ബെനിഫിറ്റ് ഇല്ലാതെ നമ്മൾ ഒരു മനുഷ്യനും ഒരു ബന്ധത്തിലേക്കും പോകുന്നില്ല. ഈ വാചകങ്ങൾ വായിച്ചപ്പോൾ ഭാര്യ ഫാക്റ്റ് ആണ്. നമ്മൾ എത്ര നിഷേധിച്ചാൽ ഇല്ല, എൻ്റെ അത് പ്ലാറ്റോണിക് ലവാണ്, എനിക്ക് വേറൊന്നും ഈ ലോകത്ത് വേണ്ട, നീ അല്ലാതെ എന്നൊക്കെ പറയായിരുന്നു. ചിലര് പൈസ ആയിരിക്കും ആഗ്രഹിക്കുന്നത്, ചിലര് ഒരു സെക്സ് ആയിരിക്കും ആഗ്രഹിക്കുന്നത്, മൃതദേഹങ്ങള്, അതുപോലെ എന്താ വിലാപങ്ങളുടെ അകമ്പടി ഇല്ലാത്ത ശവഘോഷയാത്രകൾ എന്നൊക്കെ പറയാം. അവർ കൊണ്ടിടുന്നു, പോകുന്നു. ദേഹത്തിനൊന്നും ഒരു വിലയില്ല, ആത്മാവിന് മാത്രം വിലയുള്ള ഒരു സ്ഥലം. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. സ്പിരിച്വൽ ഗുരുക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ശരീരത്തിന് ഒരു വിലയില്ല, ഒരു വില. ആ കോൺസെപ്റ്റ് ആണ് അവിടെ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അത് കാണുന്ന സമയത്ത്. ഈ അവിടുത്തെ ഘട്ടുകളിലെ ശവസംസ്കാരങ്ങളെ പറ്റി വിശദമായി എഴുതിയിട്ടുണ്ട്, പറഞ്ഞു. അപ്പം ഇപ്പൊ പറഞ്ഞു അവിടെ ചെന്നിരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിന് യാതൊരു വിലയില്ല. ആദ്യമായി ഈ ഘട്ട് സന്ദർശിക്കുമ്പോൾ ഉണ്ടായ ഒരു ഫീലിംഗ്. ഞാൻ ഇതൊരു ഞങ്ങളുടെ ഗ്രാമം ഓമശ്ശേരി എന്ന് വെച്ചാൽ മുസ്ലിം മെജോറിറ്റി സ്ഥലമാണ്, പള്ളികൾ മാത്രം, അമ്പലങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. ഈ അങ്ങാടിയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുസ്ലിം വ്യാപാരികളും മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഹിന്ദു പോപ്പുലേഷൻ തന്നെ വളരെ കുറവാണ്. ഈ സിറ്റിയിലല്ല, ഔട്ട്സ്കേർട്സിലാണുള്ളത്. അപ്പോൾ അവരുടെ ക്രിമേഷൻ ഞാൻ കണ്ടിട്ട് പോലുമില്ല ഇതുവരെ. ഫ്രണ്ട്സ് ഉണ്ട് എന്നല്ലാതെ ഞാൻ അവരുടെ ഒരു സംസ്കാര ചടങ്ങിനൊന്നും പോയിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും, പിന്നെ ഭയങ്കര പേടിയാവുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇതെന്താണെന്ന് അറിയാത്ത ഞാൻ എത്തിപ്പെട്ടത് 100ഓളം ചിതകളുടെ നടുവില് ഫസ്റ്റ് ക്രിമേഷൻ ഞാൻ കാണുന്നത് മണികർണികയിൽ വെച്ചിട്ട് ചുറ്റും നമ്മുടെ ഭരതത്തിൽ മോഹൻലാൽ ഇരിക്കുന്ന പോലെ ചുറ്റും ചിത കത്തിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ഞാൻ ഫസ്റ്റ് ടൈം. ആ ഒരു ഫസ്റ്റ് ടൈം തന്നെ ഇത് കണ്ടുകൊണ്ടായിരിക്കാം എനിക്ക് പിന്നീട് അത് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ മണികർണികയിൽ പോയിരിക്കും. അവിടെ ഇങ്ങനെ ചിത കത്തുന്നിടത്ത് പോയിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഗംഗയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ സൈഡിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതയും ചിലപ്പോൾ ഒരാളിങ്ങനെ വന്നിട്ട് എഴുന്നേറ്റിരിക്കും. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ അതിശയോക്തി അറിയില്ല. ഇങ്ങനെ അതായത് നമ്മുടെ ഈ ശരീരത്തിൽ ഫുള്ളും ഫാറ്റ് ആണല്ലോ, ആ സാധനം ഇങ്ങനെ വലിയുന്ന സമയത്ത് ബോഡി ഇങ്ങനെ പൊങ്ങി, അതായത് ഇങ്ങനെ എന്താ പറയുക, ചുരുങ്ങും ബോഡി. അപ്പോൾ ഇങ്ങനെ ആവും. അപ്പൊ അവര് വന്നിട്ട് ഒറ്റത്തല്ല, അപ്പൊ ആ ബോഡി അങ്ങ് വീഴും. അതായത് ചിലർ പറയും കാണാൻ പറ്റില്ല, കാരണം മുകളിൽ അത്രത്തോളം അട്ടി വിറകിടും. അതെ, അവിടെ വിറകൊക്കെ വെച്ചതിന് ശേഷമാണ് ആളെ കൊണ്ടിടുന്നത്. എന്നിട്ട് 2 വിറക് കൂടി വെക്കുന്നു, കത്തിക്കുന്നു. അപ്പൊ ഈ സാധനം ആൾക്കാർ പറയും ചിലപ്പം ഈ എന്താ പറയാ പാപം ചെയ്തിട്ടുള്ള ശരീരങ്ങളാണ്, അവർക്ക് ഇതുവരെ വിട്ടുപോയിട്ടില്ല, അതുകൊണ്ട് എഴുന്നേറ്റിരിക്കുക. പക്ഷെ സയൻസ് ഇതല്ല. സയൻസ് ഇങ്ങനെ നമ്മള് പേശികൾ ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ ആദ്യത്തെ നെയ്യ് ഇങ്ങനെ ഇതായി വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആയി വരുന്നത്. അങ്ങനെ ആയി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ രാത്രി അവിടെ ചിലപ്പോൾ പെട്ടെന്ന് പേടിയാവും. ഓക്കെ, ഒരാൾ സാധനം ചെയ്തെന്ന് ഒരാളിങ്ങനെ എണീറ്റ് വരികയാണല്ലോ എന്നൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. എത്ര തവണ കുറേ പോയിട്ടുണ്ട്, ഒരു 15-18 തവണയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഇന്നും ചിലപ്പോൾ ഞാൻ ഈ തിരിച്ചു വരുമ്പോൾ കാശിയിലൊന്നും ഇറങ്ങിയാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. വല്ലാതെ വെച്ചാൽ എനിക്ക് കാശിനേക്കാളും ഇഷ്ടം അങ്ങ് ബദ്രീനാഥിലൊക്കെ പോകുന്ന സമയത്താണ്, ഹിമാലയൻ റേഞ്ചസിലേക്ക് കയറുന്ന സമയത്ത്. അത് ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് ആണ്. അത് ഞാൻ ഇവിടെയാണ് എത്തേണ്ടത്, ഇതാണ് എൻ്റെ പ്ലേസ് എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അതെന്താന്ന് എനിക്ക് റിലീജിയസ് ആയിട്ടൊരു ഇതുമില്ല കേട്ടോ, കണക്ഷനും ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് അവിടെ എത്തുന്ന സമയത്ത്, മൗണ്ടൻസ് കയറുന്ന സമയത്ത്, ഈ ഫാർ അവേ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്നൊക്കെ പറയും, തോമസ് ഹാർഡിൻ്റെ ഒരു നോവല. എല്ലാ ഭ്രാന്തമായിട്ടുള്ള ഈ
ശബ്ദ കോലാഹലങ്ങൾ നമ്മൾ അകന്നിട്ട് നമ്മളിങ്ങനെ കയറി ഒരു മലയുടെ മുകളിൽ ഒരു ചെറിയ ഗുഹ, ആ ഗുഹയിലിരിക്കുന്ന സന്യാസി, അപ്പോൾ അവിടെ എത്തുന്ന കാംനെസ്, ആ ഒരു ഡിവിനിറ്റി, അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും അവിടെ എവിടെയെങ്കിലും ഒരു ഗുഹയിലായിരിക്കട്ടെ ഞാനിങ്ങനെ എപ്പോഴും ആഗ്രഹിക്കും. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ഗുരുക്കന്മാർ, അത് ഏത് വിശ്വാസത്തിൻ്റെതുമാകട്ടെ, ഇവരുടെയൊക്കെ ഒരു ആത്മീയമായ പവർ വരുന്നത് ഇത്തരം സ്ഥലങ്ങളിലെ ഐസൊലേറ്റഡ് ആയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ എവിടെയോ ഞാൻ കണ്ടതാണ് അല്ലെങ്കിൽ വായിച്ചതാണ് താങ്കൾ ശിവഭഗവാന്റെ പ്രണയത്തെ പറ്റി. അപ്പോൾ സ്വാഭാവികമായും ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ജനിച്ച നിസാർ എന്ന ആൾ ശിവഭഗവാനെ പറ്റിയൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഭീഷണികളുണ്ടാകും. എൻ്റെ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ മനുഷ്യന്മാരൊക്കെ ഭയങ്കര ഓർത്തഡോക്സ് ആയിരിക്കും കേട്ടോ. പക്ഷെ ഇവിടെ എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് ഇന്നലെ ഇബ്രാഹിം മുല്ലിയാർ ഇന്നലെ കണ്ടപ്പോൾ എന്നെ അടിപൊളി നല്ലൊരു എഴുത്ത്, ഞാൻ വിചാരിച്ചു മൂപ്പർക്ക് അറിയില്ല എന്ന് എനിക്കറിയില്ല, എന്നാലും എല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കര ഹെയ്റ്റ് കമന്റ്. രണ്ട് കൂട്ടർ ഒരു കൂട്ടറിന്റെ സംഖ്യയാണ് ഇവനെന്ന് പറയും, ഒരു ആള് സുദാപ്പിയാണെന്നും പറയുന്നുണ്ട്. ഇതില് എങ്ങനെ രണ്ടും കൂടി ഒരാൾക്കാവാന്നുള്ളത് പോലും എനിക്കറിയില്ല. അപ്പോ രണ്ടും കൂടി ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്വാളിറ്റിയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവരെ കുറിച്ച് എന്തെങ്കിലും ഇത് പറയുമ്പോഴേക്കും ഞാൻ മറ്റൊരു ശത്രു അങ്ങനെയുള്ള ഒരു ഇതിലാണ്. അപ്പം ഞാനാണെങ്കിൽ ആരെയും ശത്രുവാവാനും മിത്രമാവാനും വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഇന്നേയും കാഴ്ചകൾ കണ്ടു എന്നേ പറയുന്നു. ആ കണ്ടത് മോശമാണെന്നോ നല്ലതാണെന്നൊന്നും ഞാൻ പറയാറില്ല. ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ കാഴ്ച കണ്ടു എന്നുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടത് ഇല്ലാതാക്കാൻ പറ്റില്ല, അത് നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ഹിന്ദുക്കളെക്കുറിച്ച് എഴുതുന്നത് വെച്ചാൽ, ഞാൻ ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന സമയത്ത് മെജോറിറ്റി ആയിട്ടുള്ള അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്, അത് തന്നെ ടെമ്പിൾസ് ആണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അമ്പലങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. കാരണം ഏറ്റവും ഇന്ത്യയിലുള്ളതും അമ്പലങ്ങൾ തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഈ പള്ളികളുണ്ട്, ചർച്ചുകളൊക്കെ ഉണ്ട്, പക്ഷെ വാസ്തു ശില്പ ഭംഗി കൊണ്ട് ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്നത് കാലഘട്ടവും. അതെ, അപ്പോൾ അതാണ് എന്നെ കൂടുതൽ വിസ്മയിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ലാസ്റ്റ് വീക്ക് കുറച്ച് ആൾക്കാരെയും കൊണ്ട് ഞാൻ നമ്മുടെ തഞ്ചാവൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോള സാമ്രാജ്യത്തിൽ അവർ ചെയ്തിട്ടുള്ള ബൃഹദേശ്വര ടെമ്പിളിൻ്റെ ആർക്കിടെക്ചറും അതെങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതൊക്കെ ഞാൻ ആലോചിച്ച് വിസ്മയിക്കാറില്ല. അല്ലാതെ ഞാൻ അവിടെ ഇന്ന മതമാണല്ലോ, ഞാൻ മതമൊന്നും ഞാൻ എൻ്റെ മനസ്സ് കൊണ്ട് നടക്കാറില്ല. എവിടെ പോയാൽ എനിക്ക് അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും എനിക്കതൊന്നും ബാധിക്കാറില്ല. ഒരുപാട് ശിഷ്യഗണങ്ങൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന പാടില്ല, ഒരിക്കലും പാടില്ല. ഇങ്ങനെ ശിവനെ കുറിച്ച് നിസാർ ഇൽത്തുമിഷിന്റെ ഉള്ളിൽ ഉള്ള ഏറ്റവും നല്ല കാമുക സങ്കല്പത്തിലുള്ള ആളാരാണ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് റൊമാൻസിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ വശമല്ല. പക്ഷേ ഞാൻ അത് അകർത്ത് എഴുതിയ സമയത്ത് ഞാനിങ്ങനെ പഠിക്കണമല്ലോ നമ്മൾ, അങ്ങനെ കുറേ റെഫറൻസസ് പോയിട്ടുണ്ടായിരുന്നു. രാമായണത്തിലും മഹാഭാരതത്തിലും അല്ലാതെയും കുറേ കഥകളിലൂടെ ഉപകഥകളിലൂടെയാണ് ഞാൻ ആ പുസ്തകം തന്നെ എഴുതിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ മിത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഞാനിപ്പോൾ പിന്നെ ഇസ്ലാമിലുള്ള മിത്ത് എന്ന് പറയാം, ക്രിസ്ത്യാനിറ്റി മിത്ത് നമ്മൾ സ്കൂളിൽ പഠിച്ചത് മിത്തോളജി എന്നാണ്. പക്ഷേ ഇപ്പോഴാണ് മിത്ത് എന്നുള്ള വാക്കിന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളത്. സ്കൂളിൽ പഠിച്ചത് എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇൻ ഹിന്ദു മിത്തോളജി എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് പ്രകാരം ഞാൻ മിത്തോളജി എന്നുള്ള വാക്ക് പറഞ്ഞതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്ന ഐതിഹ്യം, മലയാളത്തിൽ പറഞ്ഞ പ്രശ്നം, ഐതിഹ്യത്തിൽ കുറേ ശിവൻ ഭഗവാന്റെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എടുത്തിട്ടുള്ളൊരു സങ്കല്പമാണ് സതി, അവരുടെ ആ ഒരു പ്രണയവും അവർ നഷ്ടപ്പെടുന്ന സമയത്ത് ഈ 7-14 ലോകവും ആ ശരീരവും എടുത്ത് ഭ്രാന്തനെ പോലെ അലറി നടന്ന ഈ സൃഷ്ടി സ്ഥിതി സംഹാരത്തിനെയൊക്കെ മറന്നുകൊണ്ട് അഗാധമായിട്ടുള്ളൊരു പ്രണയത്തിനെ ആവിഷ്കരിച്ചിട്ടുള്ള. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഗൂസ് ബംസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ എഴുതിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ശിവന്റെ പ്രണയത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പറഞ്ഞിട്ടുള്ളത് വ്യാസനും, നമ്മുടെ പ്രഭാഷണം ചെയ്യുന്ന വ്യാസൻ, അറിയുമെന്നറിയില്ല, അദ്ദേഹവും നിസാറും നിങ്ങൾ രണ്ടുപേരും. അല്ല, എനിക്ക് ക്യാച്ചിങ് ആയിട്ടത് വ്യാസനും അത് ഈ സതീദേവിയുമായിട്ടുള്ള പ്രണയവും വിരഹവും ഒക്കെ വളരെ മനോഹരമായിട്ട് നമ്മളുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു ലൈൻ വായിക്കട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടബോധം മരണമല്ല കുഞ്ഞ, നിന്റെ സ്നേഹത്തിനും കരുതലിനും അർഹരല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി നീ ചിലവഴിച്ച നിന്റെ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്താണ് ദുഃഖിക്കേണ്ടത്. ഈ ലോകത്ത് ആരും ആർക്കു വേണ്ടിയും വേദനിക്കുന്നില്ല, ആരും ആരെയും സ്നേഹിക്കുന്നില്ല. എല്ലാവരും സ്നേഹിക്കുന്നതായി നടിക്കുകയാണ്. അവരുടെ സാമീപ്യം കൊണ്ട് നമുക്കുണ്ടാകുന്ന സന്തോഷത്തിന് വേണ്ടിയാണ് നാം അവരെ സ്നേഹിക്കുന്നത്. സത്യമാണോ? തീർച്ചയായിട്ടും 100-101% സത്യമാണ്. അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ നമ്മുടെ, അതായത് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇരുത്തം കൊണ്ട് എനിക്ക് കിട്ടുന്നൊരു
സന്തോഷം, ഗ്രാറ്റിഫിക്കേഷൻ, അതാണ്. അല്ലാതെ ആരും ആർക്കു വേണ്ടിയിട്ടും എന്താ പറയുക സാക്രിഫൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അവനവൻ്റെ സ്വാർത്ഥ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാര്യ ഭർത്താവിന്, മകൻ അച്ഛന്, അച്ഛൻ മകൾ, എങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. ആരും പ്രണയത്തിലും അതുണ്ടോ? എല്ലാത്തിലും ഉണ്ട്. പ്രണയത്തിലാണെങ്കിലും ഉണ്ട്. അത് കാമുകന് കാമുകിയുടെ അടുത്തുനിന്ന് കിട്ടുന്ന ആ ഒരു പ്രസൻസ് അവന് കിട്ടുന്ന സന്തോഷം, അതാണ്. കാമുകി വിവാഹം കഴിഞ്ഞ് പോയാലും ആ കാമുകി സന്തോഷത്തോടെ ഇരിക്കണം, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാമുകന്മാർ മേ ബി 100,000,000 പക്ഷേ ഇതൊന്നും എന്താ പറയുക ആപേക്ഷികമാണ്, ചേഞ്ച് ചെയ്യാം. പക്ഷെ എന്നാലും മെജോറിറ്റി ആൾക്കാരും നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടുന്ന, ഞാൻ എൻ്റെ മകളെ സ്നേഹിക്കുന്നതിലൊക്കെ ഒരു സ്വാതന്ത്ര്യം മീൻസ് നാളെ അവൾ എന്നെ നോക്കും, അല്ലെങ്കിൽ എൻ്റെ മകൻ നാളെ എന്നെ സംരക്ഷിക്കും എന്നിട്ടുള്ള ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വേഗ് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ ഒരു 30 വയസ്സ് വരെ കല്യാണം കഴിക്കാതിരിക്കുന്ന ആളുകളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, നാളെ നിനക്ക് വയ്യാതായ. അതെ. അപ്പൊ എല്ലാത്തിനും ഇപ്പം ഒരു കല്യാണം കഴിക്കുന്നത് വയ്യാതാവുന്ന സമയത്ത് നോക്കാനും, കുട്ടികൾ ഉണ്ടാകുന്നത് നമുക്ക് എന്തെങ്കിലും കൊണ്ട് അണ്ണാക്കിലേക്ക് ഒരു വെള്ളം ഇറ്റിച്ചു തരാൻ ഒരാള്, എല്ലാത്തിനും അങ്ങനെ എന്തെങ്കിലും ഒരു പരോക്ഷമായിട്ടുള്ള ഒരു ഇതുണ്ടാവും. അപ്പൊ എല്ലാത്തിനും ഒരു ബെനിഫിറ്റ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ബെനിഫിറ്റ് ഇല്ലാതെ നമ്മൾ ഒരു മനുഷ്യനും ഒരു ബന്ധത്തിലേക്കും പോകുന്നില്ല. ഈ വാചകങ്ങൾ വായിച്ചപ്പോൾ ഭാര്യ എന്താ പറഞ്ഞത്? ഭാര്യ ഇപ്പം എന്താ പറഞ്ഞു റബ്ബേ, എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ തന്നെ ചോദിച്ചു നോക്കണം, ഇത് വായിച്ചപ്പോൾ നിനക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും, അതായത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ്. നമ്മൾ എത്ര നിഷേധിച്ചാൽ ഇല്ല, എൻ്റെ അത് പ്ലാറ്റോണിക് ലവാണ്, എനിക്ക് വേറൊന്നും ഈ ലോകത്ത് വേണ്ട നീ അല്ലാതെ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ എന്നാലും എല്ലാവരും എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർ പൈസ ആയിരിക്കും ആഗ്രഹിക്കുന്നത് ഒരു ബന്ധത്തിലൂടെ, ചിലർ ഒരു സെക്സ് ആയിരിക്കും ആഗ്രഹിക്കുന്നത്, ചിലർ മറ്റെന്തെങ്കിലും ഗ്രാറ്റിഫിക്കേഷൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എലമെന്റ്സ് ഇല്ലാതെ ഒരാളും ഒരാളെയും പ്രണയിക്കുന്നില്ല. ഈവൻ നമ്മൾ ദൈവത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലും ദൈവം നമുക്ക് എന്തെങ്കിലുമൊക്കെ തരും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. നമ്മൾക്ക് അതെ, നമ്മൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ മാറ്റി തരുന്നും, അല്ലെ നമുക്ക് ഇപ്പോൾ പരീക്ഷ പാസ്സാക്കി തരുന്നും, നമ്മുടെ സ്വത്ത് തർക്കം പരിഹരിക്കപ്പെടുന്നു ഒക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അമ്പലങ്ങളിൽ പോയിട്ട് മറ്റേ ഭണ്ഡാരത്തിലൊക്കെ പോയിട്ട് നമ്മൾ ഉരുളുന്നതും പ്രാർത്ഥിക്കുന്നതും നേർച്ചിടുന്നതും ആണ്ട് നേർച്ച കഴിക്കുന്നതും കുർബാന ചൊല്ലുന്നതും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ദൈവത്തിനെ പോലും നമ്മൾ വിത്തൗട്ട് ഒരു ഉപാധി ഇല്ലാതെ നമ്മൾ സ്നേഹിക്കുന്നില്ല. ഉപാധികളില്ലാത്ത സ്നേഹമേ ഇല്ല. അങ്ങനെയൊക്കെ അല്ലാതുള്ളവരെ നമ്മൾ ഭ്രാന്തന്മാരെന്ന് നീ ഏറ്റവും ബാക്കിയുള്ള പുസ്തകങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ അവസാനമായി ഇറങ്ങിയിരിക്കുന്ന പുസ്തകം ഒന്നാം തലൈക്കുത്തിൽ എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു പോസ്റ്റ്, രാജീവ് ഗാന്ധി ആക്രമിക്കപ്പെടുന്ന വിഷ്വൽസിനടിയിൽ ഇന്ന് വരുന്ന കമന്റുകൾ. ഞാനത് ആ വിഷ്വൽ ഞാൻ 10 വർഷം മുമ്പ് കണ്ടിട്ടുണ്ട്. അത് കണ്ടിങ്ങനെ പോയിട്ടുണ്ട്. അന്നൊക്കെ വെച്ചാൽ രാജീവ് ഗാന്ധി പാവം അങ്ങനെയുള്ള രീതിയിലാണ് സംഭവം. പക്ഷെ ഇന്ന് ഞാൻ കമന്റ് ബോക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഫുള്ളും അത് നന്നായി, രാജീവ് ഗാന്ധി കൊല്ലപ്പെടേണ്ടത് തന്നെയാണ്, ശ്രീലങ്കക്കാരോട് കളിച്ച എങ്ങനെ ഇരിക്കും, ശ്രീലങ്കൻ ആർമി എന്നാ സുമ്മാവാ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ കമന്റ് ഇടുന്നത്. അത് ഇന്ത്യക്കാര് ദേശഭക്തർ എന്ന് പറയുന്ന മനുഷ്യന്മാർ തന്നെയാണ് ആ കമന്റ്. ശ്രീലങ്കയോടുള്ള സ്നേഹമൊന്നുമല്ല, ഇന്നത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര ഒരു, എങ്ങനെയാണെങ്കിലും ആരാണെങ്കിലും ഏത് രാഷ്ട്രീയമാണെങ്കിലും നമ്മുടെ രാജ്യമാണ് ഏറ്റവും പ്രൈം അല്ലേ? ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി, എക്സ് പ്രൈം മിനിസ്റ്റർ ആണ്. പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ജീവൻ വെടിഞ്ഞാണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഒരു ഭീകര സംഘടനയായിട്ടുള്ള LTTEക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന മനുഷ്യന്മാരാണ് കമന്റ് ബോക്സിൽ മുഴുവൻ. ഇവൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടും ആൾക്കാർ അത് തന്നെയാണ് പറയുന്നത്. നിനക്ക് എന്തറിയാം, രാജീവ് ഗാന്ധി അവിടെ പോയി കാണിച്ചത് എന്തൊക്കെയാണെന്ന് നിനക്കറിയോ, പിന്നെ ഇന്ത്യയുടെ പിടിപ്പുകേട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിലിങ്ങനെ. അതൊക്കെ എന്തുകൊണ്ടാണ് ഒന്നാം തലൈക്കുത്തൽ ആ സബ്ജക്റ്റിലേക്ക് വരാനുള്ള സാഹചര്യം? ഞാൻ ഈ ദേശം, ഓമശ്ശേരി ദേശം വിട്ടിട്ട് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ 12ാം ക്ലാസ് പഠിക്കുന്ന, +2 പഠിക്കുന്ന സമയത്ത് ഈ ഗ്രാമം ഉപേക്ഷിച്ചിട്ട്, എനിക്ക് എന്തോ അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു വിളി വന്നു, പോവാ ഇവിടെ അതാണ് എൻ്റെ ഫസ്റ്റ് സഞ്ചാരം. അപ്പോൾ +2 പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനുവരി 21, 2004 ഞാനും റഫീഖ് എന്ന് പറഞ്ഞ എൻ്റെ ക്ലോസ് ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഗ്രാമം വിട്ട് പോയി. ഈ ഗ്രാമം വീട്ടിൽ പറയാതെ കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോയി. അങ്ങനെ ഈ ഗ്രാമം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി അന്വേഷണത്തിലായിരുന്നു. 105 ദിവസത്തോളം അത്രയും ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഒറീസ, ബീഹാർ, ജാർഖണ്ഡ് അങ്ങനെ പറഞ്ഞിട്ട് ട്രെയിനിലൊന്നും ടിക്കറ്റ് എടുക്കൂല, എവിടെയെങ്കിലും ഒരു 5 ദിവസം വർക്ക് ചെയ്യും,
ഹോട്ടലുകളിലൊക്കെ ക്ലീനിങ്ങിനൊക്കെ നിൽക്കും. അവിടുന്ന് കുറച്ച് പൈസ കിട്ടും. ആ പൈസ വെച്ച് നമ്മൾ യാത്ര ചെയ്യും. ഭക്ഷണമൊക്കെ എവിടെന്നെങ്കിലും കയറുന്ന് തിന്നും. അങ്ങനെ ഇവിടുത്തെ ഹിച്ച് ഹൈക്കിങ്ങിൻ്റെ ഒക്കെ തലതൊട്ടപ്പന്മാരായിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അന്ന് അതിന് പേരൊന്നും ഉണ്ടായിരുന്നില്ല. കൈ കാണിച്ച് പിന്നെ ഗുരുദ്വാരയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അന്ന് യൂട്യൂബ് സജീവമാണെങ്കിൽ പിന്നെ വില്ലൻ അടിക്കായിരുന്നു. അങ്ങനെ പോയി. ആ യാത്രയിൽ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തെത്തിയ സമയത്താണ് മയിലാടുതുറൈ എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ അന്നേക്ക് എനിക്കൊന്ന് കുളിച്ചിട്ടൊരു 6-7 ദിവസമായിട്ടുണ്ട്. കുളിക്കുക എന്നുള്ള മലയാളികൾക്കൊരു ഇതാണല്ലോ. അപ്പോഴേക്കും നമ്മളിങ്ങനെ ഒരു ലെയറൊക്കെ വന്നിട്ടുണ്ട് മേത്ത്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കിടക്കായിരുന്നു. ഒരു സി ഷേപ്പുള്ള ബസ് സ്റ്റോപ്പ്. അതിൽ ഒരു സീൽ റഫീഖ്, ഒരു സീൽ ഞാനിവിടെ 2 ബെഗേഴ്സ്. ഇതായിരുന്നു ഞങ്ങളുടെ സ്ഥിരം കോട്ട. അങ്ങനെ അതിന് നോക്കുന്ന സമയത്ത് അപ്പുറത്ത് കരിമ്പ് പാടത്തിലേക്ക് പിന്നെ ഇറിഗേഷന് വേണ്ടിയിട്ടൊരു ടാങ്ക് ഉണ്ട്. വെള്ളം ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കണ്ടപ്പോൾ ഭയങ്കര റഫീഖെ വെള്ളം കുളിച്ചാലോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ 2 ആൾ കൂടി ആ കരിമ്പ് വേലി ചാടി അകത്തേക്ക് കടന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്നെ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ കുളിക്കാനാണെന്ന്. കുളിക്കാനാണെങ്കിൽ വെറുതെ ഒന്നും കുളിക്കാൻ പറ്റില്ല, പൈസ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണെന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞ് 1 രൂപ, ഒരാൾ 1 രൂപ തരണം. ഞങ്ങൾ ആകെ 50 പൈസ എങ്ങനെയാണുള്ളത് അതൊക്കെ കൂടി പെറുക്കി അയാൾക്ക് കൊടുത്ത്. എന്നിട്ട് ഞങ്ങൾ അർമാദിച്ച് കുളിച്ചു ആ ടാങ്കിൽ നിന്നിട്ട്. അപ്പോൾ കുളിച്ച് ഭയങ്കര ഒരു ആശ്വാസം, കുളി ഇതൊക്കെ പടം പൊഴിഞ്ഞ പോലെ ഇതൊക്കെ അങ്ങ് പോയപ്പോൾ ഒരു സമാധാനം. അപ്പോൾ അപ്പോഴേക്ക് വിശപ്പ് തുടങ്ങി. മീൻസ് കുളി കഴിഞ്ഞാൽ ഒരു വിശപ്പാണല്ലോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അണ്ണ എന്തെങ്കിലും കഴിക്കാനുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഒരു മധുരക്കിഴങ്ങ് ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ പകുതി ഞങ്ങൾക്ക് തന്ന്, അത് കഴിച്ച്. അപ്പോൾ ഞാൻ റഫീഖ് നമുക്ക് കിടക്കാനും കൂടി ഒരു സ്ഥലം ഈ ഒട്ടകത്തിനൊക്കെ ഇടം കൊടുത്ത്. അപ്പോൾ അയാൾ എന്നോട് പറയും അതിനൊന്നും ഇടമൊന്നും ഇടയില്ല, ഞാൻ തന്നെ ഇങ്ങനെ കിടക്കുന്നത്, എനിക്ക് ഇന്നൊരു തലയ്ക്കൂത്തൽ എടുക്കാൻ പോകാണ്ടെന്നത്. അപ്പോൾ ആ വാക്ക് അങ്ങ് പറഞ്ഞു, പ്ലെയിൻ ആയിട്ട് അങ്ങ് പറഞ്ഞു, തലയ്ക്കൂത്തൽ എടുക്കാൻ പോകണ്ട്. വെച്ചാൽ അതെന്താന്ന് വെച്ചാൽ അതൊരു സംഭവമാണ്, നിങ്ങൾ വേഗം സ്ഥലം വിട്ടേന്ന് പറഞ്ഞു. അത് തലയ്ക്കൂത്തൽ, നല്ല നല്ല വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കൂട്ടോ. തലയ്ക്കൂത്തൽ എന്നുള്ള വാക്ക് കുറേ കാലം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തി, പിന്നെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്തു, പിന്നെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ വന്നു. അങ്ങനെ എപ്പോഴോ ഞാൻ വീണ്ടും തലയ്ക്കൂത്തൽ എന്നുള്ള വാക്ക് കേട്ടു. അപ്പം ഞാൻ അടിച്ചു നോക്കി, എന്താ ഇത് പടച്ചോനെ, ഈ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളന്ന് പോയതെന്ന് ഇങ്ങനെ ചിന്തിച്ചു.